അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ ആണ്. അത് കയറുന്ന ആദ്യത്തെ മലയാളിയും കൂടെ ആവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്റാർട്ടിക്കയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിമാനത്തിലൂടെ കൊണ്ടങ്ങ് വിടുക, എന്നിട്ട് 18 ദിവസം കഴിഞ്ഞ് ഈ വിമാനം വരത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ തന്നെ തരണം ചെയ്യേണ്ടി വരും. നമ്മളുണ്ടോ ഇല്ലെന്നൊന്നും കാരണം വിമാനം പിന്നെ ആ സമയത്തേ വരത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമുണ്ട് ചിലിയിലുള്ള ഓഹോസ് ഡെൽ സലാണ്. ഇത് മൂന്നും കൂടെ എക്സ്പെഡീഷനോടെ ചെയ്യാനാണ് ഞാൻ സൗത്ത് അമേരിക്കയിൽ പോയിരിക്കുന്നത്. ഫസ്റ്റ് എക്സ്പെഡീഷനിൽ തന്നെ എൻ്റെ കൈക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് ആയി. ഇനിയുള്ള 2 എക്സ്പെഡീഷൻ ഇതുപോലെ തന്നെ ഡിഫിക്കൽട്ട് എക്സ്പെഡീഷനാണ്. പക്ഷേ എനിക്ക് എൻ്റെ കയ്യോ വിരലോ പുറത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. മലയുടെ മുകളിൽ എനിക്ക് ചോറും കറിയും വേണം, മലയുടെ മുകളിൽ എനിക്ക് എന്താ പറയുക ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഉള്ള ഭക്ഷണം കഴിച്ച് അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ബോഡിക്ക് കിട്ടുന്ന ഒരു റീജുവനേഷൻ, അത് എനിക്ക് ഞാൻ നേരത്തെ -30 കാര്യം പറഞ്ഞല്ലോ, എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ദുബായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു മണലാരണ്യമാണ്. ഇവിടത്തെ ആൾക്കാർ പാവങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വന്ന് കിടക്കുന്നത്, ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഈ ദുബായിൽ താമസിക്കാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ പകുതി മതി മൗണ്ടനിൽ സർവൈവ് ചെയ്യാൻ. എനിക്ക് സത്യം പറയാതെ തോന്നുന്നത്. എനിക്ക് യൂസുഫ് അലി സാറിനെ ഇതുവരെ കാണാനേ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ നിരന്തരം മെയിൽ, ഇപ്പോൾ വരുന്നതിന് മുമ്പ് 2 മെയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ അതൊന്നും എത്തേണ്ടടുത്ത് എത്തുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് മെയിൽ ഐ ഡി തന്നെയാണ് ഞാൻ അയക്കുന്നത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാനുണ്ട്. എൻ്റെ ഒരു ഡ്രീമാണ്. കാരണം അത് ദുബായിലുള്ള ബുർജ് ഖലീഫയുടെ പിനക്കിളിൽ കയറിയിട്ട് വേൾഡ് പീസിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെയും UAEയുടെയും ദേശീയ പതാകകൾ ബുർജ് ഖലീഫയുടെ പിനക്കിളിൽ പറപ്പിക്കുന്ന ഒരാളായി മാറണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ചിലപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ യൂസുഫ് അലി സാറിന് സാധിക്കും, അതുപോലെ വേറെ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരന്തരം മെയിൽ അയച്ചത്. ലോകത്തിൽ എവിടെയാണെന്ന് ഞാൻ വന്ന് കാണാം. അതിനുശേഷം പോയത് അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ ആണ്. അത് കയറുന്ന ആദ്യത്തെ മലയാളിയും കൂടെ ആവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അന്റാർട്ടിക്കയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിമാനത്തിലൂടെ കൊണ്ടങ്ങ് വിടുക, എന്നിട്ട് 18 ദിവസം കഴിഞ്ഞ് ഈ വിമാനം വരത്തുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ തന്നെ തരണം ചെയ്യേണ്ടി വരും. നമ്മളുണ്ടോ ഇല്ലെന്നൊന്നും കാരണം വിമാനം പിന്നെ ആ സമയത്തേ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അന്റാർട്ടിക്കയിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ചിലിയിലെ പുൻറ്റ അരീനാസ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് അന്റാർട്ടിക്കയിലേക്ക് പറക്കുന്നത്. അവിടെ നിന്ന് 6 മണിക്കൂർ പറന്നു കഴിഞ്ഞാൽ അന്റാർട്ടിക്കയുടെ ഹൃദയഭാഗത്ത് ഒരു യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട്, അവിടെ എത്തും. അവിടെ നിന്ന് ഒരു ചെറിയ വിമാനം എടുത്താണ് നമ്മൾ മൗണ്ട് വിൻസൻ്റെ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത്. അപ്പം ഈ യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്നവർക്ക് ഹൈ പെയ്ഡ് ടൂറിസ്റ്റുകളാണ്. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകളാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്റാർട്ടിക്കയുടെ നഗര ഹൃദയത്തിൽ അവർ കൊടുക്കുന്ന ഫുഡെന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള ഫുഡാണ്. അതിൻ്റെ നടുക്ക് അത്ര വൃത്തിയുള്ള, അത്ര ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ്. നമ്മൾ കാശ്മീരിൽ നിന്ന് പറിച്ചെടുത്ത ആപ്പിളിനെ പോലെ ആപ്പിൾ ഈ അന്റാർട്ടിക്കയുടെ നടുക്ക് കിട്ടും. സാധാരണ ആൾക്കാർ ടൂറിസ്റ്റുകൾ പോകുന്നത് അന്റാർട്ടിക്കയുടെ ചുറ്റുമുള്ള സ്ഥലം, അവിടെ പെൻഗ്വിൻസ് ഉള്ളതും പിന്നെ റിസർച്ച് സ്റ്റേഷനൊക്കെ ഉള്ളത്, അവിടെയല്ല നമ്മൾ പോകുന്നത്. നമ്മൾ അന്റാർട്ടിക്കയുടെ ഹൃദയത്തിൽ നടുക്കായിട്ടാണ് പോകുന്നത്. അവിടെയാണ് എൽസ്വർത്ത് മൗണ്ടൻ റേഞ്ചസ് എന്നാണ് പറയുന്നത്. ആ റേഞ്ചസിലാണ് നമുക്ക് പോകാനുള്ള പർവ്വതമുള്ളത്. ഈ ക്യാമ്പ് എന്നെ അത്ഭുതപ്പെടുത്തിയ ക്യാമ്പാണ്. അവിടെ ഇപ്പം ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് ആ ക്യാമ്പിൽ വന്നു. നമ്മുടെ എലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് അവിടെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് കിട്ടും. അവിടെ വർഷത്തിലൊരു 3 മാസം അവിടെ ആൾക്കാർ കാണും, ടൂറിസ്റ്റുകൾ മാത്രം. ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാനുള്ളൊരു കമ്പനിയുണ്ട് അവിടെ. ആ കമ്പനി ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ അവർ മാത്രമേ ഉള്ളൂ. ഈ 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും ആ ക്യാമ്പിൽ കാണത്തില്ല. പിന്നെ റിസർച്ച് സ്റ്റേഷനുകളിലൊക്കെ മാത്രമേ ആൾക്കാർ കാണത്തുള്ളൂ. ടൂറിസ്റ്റുകൾ മിക്കവാറും പോകുന്ന ഈ 3 മാസം നവംബർ, ഡിസംബർ, ജനുവരി ആയിരിക്കും പോകുന്നത്. ആ സമയവും അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാത്രിയില്ല. അതാണ് എനിക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. രാത്രി ഇല്ലാതാകുമ്പോൾ നമ്മുടെ ഈ ബയോളജിക്കൽ ക്ലോക്ക് മുഴുവൻ തെറ്റും. നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. സൂര്യൻ്റെ ഒന്ന് മറഞ്ഞാലേ നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ക്ലോക്ക് അങ്ങനെയല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അന്റാർട്ടിക്കയിൽ പോയിട്ട് എനിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ഒരുപാട് വന്നിട്ട് അത് തന്നെ ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ അങ്ങനെ അന്റാർട്ടിക്കയുടെ മൗണ്ട് വിൻസൻ്റെ ബേസ് ക്യാമ്പിലെത്തി. ഞങ്ങൾ 7 ദിവസം കൊണ്ട് മുകളിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് മൗണ്ട് വിൻസൻ്റെ മുകളിലെത്തിയപ്പം ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി എൻ്റെ ഗ്ലൗസ് ഊരി കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ 2 വിരലുകൾക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് വന്നു. ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീ കൊണ്ട് നമ്മുടെ കൈ പൊള്ളത്തില്ലേ, അതുകൊണ്ട് തണുപ്പ് കൊണ്ട് കൈ പൊള്ളുന്നതാണ് ഫ്രോസ്റ്റ് ബൈറ്റ്. തണുപ്പ് കൊണ്ട് ടിഷ്യൂ ഡാമേജ് ആയി പോകുന്നതാണ്, പെർമനൻ്റ്ലി ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് ഈ ഫ്രോസ്റ്റ് ബൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചൂടാക്കാം, അത് ചെറിയ രീതിയിൽ ഹീറ്റ് ചെയ്യാം, മീൻസ് ചൂടുവെള്ളം ഉപയോഗിക്കാം ചെറിയ രീതിയിൽ മൈൽഡായിട്ട്. എന്നിട്ട് വീണ്ടും ഇത് ഫ്രീസ് ആവരുത്. വീണ്ടും ഫ്രീസായി കഴിഞ്ഞാൽ ഈ വിരൽ മുറിച്ച് കളയേണ്ടി വരും. അതാ പ്രത്യേകത. അപ്പം അന്റാർട്ടിക്കയിൽ സമ്മിറ്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല, തിരിച്ചിറങ്ങുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്.
തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കയ്യിൽ ഹിറ്റ് കിട്ടി, കയ്യിൽ ഫ്രോസ്റ്റ് ബൈറ്റായി. ഇനി എനിക്ക് ഈ വിരൽ എക്സ്പോസ് ചെയ്യാൻ പാടില്ല. പുറത്ത് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ നടുവിരൽ ഈ വിരലും ഫ്രോസ്റ്റ് ബൈറ്റായി, കറുത്ത് തുടങ്ങി. അത് വേദനയൊന്നും വരത്തില്ല, പതുക്കെ ഇങ്ങനെ വീർത്ത് വരും. എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്റാർട്ടിക്കയുടെ എക്സ്പെഡീഷൻ കഴിഞ്ഞിട്ട് സൗത്ത് അമേരിക്കയിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള അക്കൻകാഗുവയും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതമുണ്ട് ചിലിയിലുള്ള ഓഹോസ് ഡെൽ സലാണ്. ഇത് മൂന്നും കൂടെ എക്സ്പെഡീഷനോടെ ചെയ്യാനാണ് ഞാൻ സൗത്ത് അമേരിക്കയിൽ പോയിരിക്കുന്നത്. ഫസ്റ്റ് എക്സ്പെഡീഷനിൽ തന്നെ എൻ്റെ കൈക്ക് ഫ്രോസ്റ്റ് ബൈറ്റായി. ഇനിയുള്ള 2 എക്സ്പെഡീഷൻ ഇതുപോലെ തന്നെ ഡിഫിക്കൽട്ട് എക്സ്പെഡീഷനാണ്. പക്ഷേ എനിക്ക് എൻ്റെ കയ്യോ വിരലോ പുറത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല നമുക്കത്. ഭക്ഷണം കഴിക്കണേ കൈ എടുക്കണം, രാത്രി നമ്മൾ ഒന്ന് പുറത്തിറങ്ങി യൂറിൻ പാസ് ചെയ്യണേ പോലും നമ്മൾ ഗ്ലൗസ് ഊരണം. ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബാക്കി 2 എക്സ്പെഡീഷൻ ഞാൻ ചെയ്തത്. അതായിരുന്നു എനിക്ക് അവിടെ ഉള്ള വെല്ലുവിളി, ആ രാജ്യത്തുള്ള വെല്ലുവിളി. അന്റാർട്ടിക്കയിൽ എൻ്റെ കൂടെ വന്നൊരു മനുഷ്യൻ, റിച്ചാർഡ് എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് 70 വയസ്സുള്ള മനുഷ്യനാണ്, അമേരിക്കക്കാരനാണ്. അപ്പോൾ അയാൾ ബാക്കി 6 സമ്മിറ്റുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാളുടെ ലാസ്റ്റ് സമ്മിറ്റിന് വേണ്ടിയിട്ടാണ് വരുന്നത്, മൗണ്ട് വിൻസണിലേക്ക്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം വരുന്നതിന് 6 മാസം മുമ്പ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് അറിയാം 18 ദിവസത്തേക്ക് ഇനി വിമാനം വരത്തില്ല, ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിന് അവിടെ കിടന്ന് മരിക്കും എന്ന് അയാൾക്കറിയാം. ഇത് അറിഞ്ഞിട്ടും അയാൾ ആ മൗണ്ടൻ സബ്മിറ്റ് ചെയ്യാൻ വന്നതെങ്കിൽ എനിക്ക് ഇവരൊക്കെയാണ് ഇൻസ്പിറേഷൻ. അവരൊക്കെ എന്തായിരിക്കും അവരുടെ മനസ്സിൽ പാഷൻ എന്ന് പറയുന്നത്. ഫാമിലിയുള്ള മനുഷ്യനാണ്, ഒത്തിരി പൈസ ഉള്ള മനുഷ്യനാണ്, എന്നിട്ട് അയാളവിടെ വന്നില്ലേ. അയാൾക്ക് 18 ദിവസത്തിനുള്ളിൽ ഹെലികോപ്റ്റർ ഒന്നും വന്ന് റെസ്ക്യൂ ചെയ്യത്തില്ലെന്ന് അറിയാം. ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോടെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്നൊന്നും അല്ലെന്ന് തോന്നിപ്പോവും. എവറസ്റ്റ് കയറിയതൊക്കെ ചുമ്മാതാണെന്ന് തോന്നിപ്പോവും. കാരണം അവരവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി അവരുടെ ജീവൻ വരെ പണയം വെച്ച് ലിറ്ററലി പണയം വെച്ചിട്ടാണ് ആ റിച്ചാർഡ് അദ്ദേഹം വന്നിരിക്കുന്നത്. അതിപ്പോഴും ഞാൻ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈ എക്സ്പെഡീഷന് ശേഷം ഞാൻ നേരെ അർജൻറ്റീനയിലെത്തി. ആൻഡീസ് പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഈ ഹിമാലയാസിൻ്റെ പുറത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആൻഡീസ് പർവ്വതനിരയിലെ അക്കൻകാഗുവയാണ്. അത് അർജൻറ്റീനയിലെ മെൻഡോസ എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കുന്നത്. അത് ക്ലൈംബ് ചെയ്തു. അത് ക്ലൈംബ് ചെയ്യുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടി എൻ്റെ ഈ വിരൽ തന്നെ. എനിക്ക് പുറത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോകുന്ന വഴിക്ക് ഡോക്ടറെ ചെക്കപ്പ് ഉണ്ട്. അവർ പല പ്രാവശ്യം പിടിച്ച് എന്നോട് തിരിച്ചു പോകണമെന്നൊക്കെ പറയും. പിന്നെ കൈയും കാലും പിടിച്ച് ബെഗ് ചെയ്തിട്ടാണ് അവൻ മുകളിലേക്ക് കയറി പോകുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഒരു മൗണ്ടനറിങ് എക്സ്പെഡീഷൻ്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ എല്ലാം കാത്തു സൂക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരണം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഇടണം. അതുകൊണ്ട് മുന്നോട്ട് പോകരുത്. എനിക്കങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു സ്പോൺസർ എനിക്കുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ സ്പോൺസറിൻ്റെ പൈസ മേടിച്ചാണ് ഞാൻ പോകുന്നത്. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ലൈഫിനേക്കാളും വളരെ ഇമ്പോർട്ടൻസ് ആ എക്സ്പെഡീഷൻ കൊടുക്കുന്നത്. കാരണം അത്രയും പൈസ മേടിച്ച എക്സ്പെഡീഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ നമുക്ക് സ്പോൺസർഷിപ്പ് വേറെ കിട്ടത്തുമില്ല. നമ്മുടെ ലൈഫ് തന്നെ തട്ടണാവും. പക്ഷേ വിദേശിക്ക് സ്വന്തമായി കാശുണ്ടാക്കി പോകുന്നിടത്തിൽ അവരുടെ ജീവിതത്തിന് കൂടുതൽ വില കൊടുക്കും. അവനെന്ത് ചെയ്യും? അവനത് കളഞ്ഞിട്ട് തിരിച്ചു വരും. അപ്പോൾ ഈ സുബീർ ബക്ഷിയും എൻ്റെ കൂടെ ഈ അന്റാർട്ടിക്കയിൽ കയറാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ സ്പീഡ് കുറവാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ കമ്പനി തിരിച്ചയച്ചു. ഞങ്ങൾ 6 പേരുടെ ഇൻ്റർനാഷണൽ ടീമായിരുന്നു. 5 പേരുടെ സ്പീഡിൻ്റെ കൂടെ ഇദ്ദേഹത്തിൻ്റെ സ്പീഡ് പിടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്, സ്പീഡെന്ന് പറഞ്ഞാൽ അധികം സ്പീഡൊന്നുമല്ല, അപ്പോൾ അതൊക്കെ ഓരോ കാല് വെച്ച് പോകും. പുള്ളിക്കാരൻ വളരെ ചെറിയ ലാഗായിരുന്നു. അപ്പോൾ ഈ ടീം മൊത്തത്തിൽ ലാഗായി. എന്നിട്ട് പുള്ളിക്കാരൻ അവസാനം എത്ര രൂപ, അന്റാർട്ടിക്കയുടെ മൗണ്ട് വിൻസൺ പോകണമെങ്കിൽ 60 ലക്ഷം രൂപ കൊടുക്കണം. പുള്ളിക്കാരൻ വീണ്ടും ഒരു $10,000 ഓഫർ ചെയ്തിട്ട് പോലും അവർ സമ്മതിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്കൻ ഗൈഡ്സ് ആയിരുന്നു. അവന്മാർ പറയുന്നത് അവിടെ നടക്കത്തുള്ളൂ. അങ്ങനെ അങ്ങേരുടെ 60 ലക്ഷം രൂപയും പോയി പുള്ളിക്കാരന് എക്സ്പെഡീഷൻ ചെയ്യാൻ പറ്റാതെ ഒരസുഖമില്ല, സ്പീഡ് കുറവാണ്. അപ്പം അതുമൂലം പുള്ളിക്കാരൻ തിരിച്ച് ഈ പറയുന്ന യൂണിയൻ ഗ്ലേഷ്യർ ക്യാമ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, ഭക്ഷണം കഴിച്ചുകൊണ്ട്. ഇതാണ് അന്റാർട്ടിക്കയുടെ അവസ്ഥ. അന്റാർട്ടിക്കയിൽ പിന്നെ പുറത്തുനിന്നുള്ള ജീവികളൊന്നും കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരുപാട് ഈ അന്റാർട്ടിക്ക നിലനിൽക്കുന്നതിന് അന്റാർട്ടിക് ട്രീറ്റിയുടെ പുറത്താണ് നിൽക്കുന്നത്. 50-60 രാജ്യങ്ങൾ ഒപ്പിട്ടിരിക്കുന്ന ഒരു കരാറിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു മനോഹരമായുള്ള സ്ഥലമാണ് ഈ അന്റാർട്ടിക്ക. അത് ഫുള്ള് ഗ്ലേഷ്യറാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫ്രഷ് വാട്ടർ ഇപ്പോഴും ശേഖരിച്ച് വെച്ചിരിക്കുന്ന അന്റാർട്ടിക്കയിലാണ്. അപ്പം അവിടെ ഈ അന്റാർട്ടിക്ക ഒരു സഹാറ ഡെസേർട്ടിനേക്കാളും വലിയ മരുഭൂമിയും കൂടെയാണ്. അതാണ് എൻ്റെ പ്രത്യേകത. ഇറ്റ്സ് എ ഡെസേർട്ട്. കാരണം അവിടെ അങ്ങനെ മഞ്ഞ് പെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ പോയ സീസണിൽ മഞ്ഞ് പെയ്തു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മഞ്ഞ് പെയ്യുന്നത്. മഞ്ഞ് പെയ്യാത്ത സ്ഥലമാണ് അന്റാർട്ടിക്ക. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അവയർനെസ് ഞാൻ കറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്ന കാണുന്ന കാര്യങ്ങൾ ആൾക്കാരിൽ എത്തിക്കുകയും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് അവയർനെസ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതും ലോക സമാധാനത്തിൻ്റെ ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന എക്സ്പെഡീഷനുകളുടെ
ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു മോട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഈ ഹിലാരി സ്റ്റെപ്പ് 8800 മീറ്ററിലുള്ള ഹിലാരി സ്റ്റെപ്പിലുള്ള ക്ലൈമറ്റ് ചേഞ്ച്, കാരണം അവിടെ പണ്ട് ഐസ് മാത്രമായിരുന്നു. ഞാനൊരു റോക്കിൽ തെന്നിയടിച്ച് ഡെഡ് ബോഡിയുടെ അടുത്ത് വീണെന്ന് പറഞ്ഞില്ലേ, പണ്ട് അവിടെ എല്ലാം ഐസായിരുന്നു. 8800 മീറ്റർ ഉയരം, 8.5 മീറ്റർ മുകളിലത്തെ കാര്യം, 8 ബുർജ് ഖലീഫയുടെ മുകളിലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടുത്തെ ഐസ് ഉരുകി അവിടുത്തെ റോക്ക് എക്സ്പോസ് ആയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ റോക്കിൽ കൂടെ ചവിട്ടിക്കയറാൻ വലിയ പാടാണ്. ആ സ്ഥലത്ത് ക്ലൈമറ്റ് ചേഞ്ച് അഫക്റ്റ് ആയിരിക്കുന്നു. ബേസ് ക്യാമ്പിൽ താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഈ ഗ്ലേഷ്യർ ലേക്കുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഗ്ലേഷ്യർ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഗ്ലേഷ്യർ ഉണ്ട്, അതിന് നടുക്കൊരു കുഴി അങ്ങ് വീഴും, എന്നിട്ട് അവിടെ ലേക്ക് ആവും. അൾട്ടിമേറ്റ്ലി ഈ ലേക്സ് എല്ലാം തമ്മിൽ അടി കൂടെ കണക്റ്റഡാണ്. ഏതെങ്കിലും ഒരു ലേക്ക് ബേസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടപടാന്ന് ബാക്കി ലേക്കുകളൊക്കെ ബേസ്റ്റ് ആയിട്ട് ഭയങ്കര വെള്ളപ്പൊക്കമായിരിക്കും താഴെ വാലിയിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക്. അവിടുത്തെ പോകുന്ന വഴിക്കുള്ള ഗ്രാമങ്ങളൊക്കെ ഒലിച്ചു പോകും. പണ്ട് കേദാർനാഥിൽ അങ്ങനെയാണ് സംഭവിച്ചത്. മുകളിലത് ഒരു ഗ്ലേഷ്യറിലേക്ക് പൊട്ടിയ വെള്ളമാണ് കേദാർനാഥിൽ കണ്ട അപകടം. ഇവിടെ ആയിരക്കണക്കിന് ഗ്ലേഷ്യറിലേക്ക് പൊട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ. ദനാലി നാഷണൽ പാർക്കിലും സെയിം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പണ്ടൊക്കെ ഹെലികോപ്റ്റർ റെസ്ക്യൂവിനൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഹെലികോപ്റ്റർ പറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്ലൈമറ്റാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കിളിമഞ്ചാരോയിൽ ഞാൻ പോയപ്പോൾ ഫെബ്രുവരി ഇപ്പോൾ മഴയായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫെബ്രുവരിയിൽ അങ്ങനെ മഴ പെയ്യാറില്ല, മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ അവിടെയും ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൗണ്ടൻസിലാണ് ആദ്യം ക്ലൈമറ്റ് മാറുന്നത്, പിന്നെയാണ് നമ്മുടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും നമ്മുടെ സാധാരണ സ്ഥലത്തേക്ക് വരുന്നത്. ഇതൊക്കെ ഞാൻ ഡയറക്റ്റായിട്ട് കണ്ട് ആൾക്കാരോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇപ്പോൾ ഇത്ര രാജ്യങ്ങളൊക്കെ പോയി അവിടുത്തെ ആൾക്കാരെക്കുറിച്ചും അവരുടെ പ്രോത്സാഹനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്? കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് വളരെ കുറവാണ്. മീൻസ് ആൾക്കാർക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസോ മൗണ്ടനറിങ് എന്താണെന്നോ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ട്രക്കിങ്ങും യാത്രയൊക്കെ ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് മാത്രമേ ഇത് അറിയത്തുള്ളൂ. ബാക്കിയുള്ള ഒരാളോട് ഞാൻ എവറസ്റ്റ് കയറി എന്ന് പറഞ്ഞാൽ അവർ മല കയറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പലരും എന്നെ മല കയറി എന്നാണ് വിളിക്കുന്നത്. അതെനിക്ക് ഇഷ്ടമാണെങ്കിലും അവർ പല സ്ഥലങ്ങളിലും എന്നെ ആദരിക്കാൻ വേണ്ടി വിളിക്കും. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയം കീഴടക്കിയ ഷെയ്ഖ് ഹസൻ ഖാൻ വന്നിരിക്കുന്നു. എവറസ്റ്റ് എന്നൊരു വാക്ക് പോലും അവർ പറയത്തില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തത് എവറസ്റ്റിൻ്റെ മുകളിലാണ് എത്തിയിരിക്കുന്നത്. അപ്പം അത് അറിയാത്തത് കൊണ്ടാണ്. ബേസിക്കലി അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അവർക്ക് സാധാരണ ഒരു മലയാണ് എവറസ്റ്റും. കാരണം നമ്മൾ അനുഭവിക്കാത്ത ഒന്നും നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കത്തില്ല. -30 എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. ചുമ്മാ രസം, ഒരു -30 തണുപ്പാകുന്നൊരു ഇത്, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് ജീവിതത്തിൽ ഡിപ്രഷൻ ഉണ്ടാവാത്ത ഒരാളാന്ന് വെച്ചോ. അപ്പം നിങ്ങൾ ഡിപ്രഷൻ ഉള്ള ഒരാളാണ്. അപ്പോൾ ഡിപ്രഷനെ കുറിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവും? ഇല്ല, മനസ്സിലാവത്തില്ല. അപ്പോൾ ഇത് തന്നെയാണ് നാട്ടിലെയും പ്രശ്നം. നാട്ടിലെ പല ആൾക്കാരും യാത്ര ചെയ്യുന്നത് അവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നവരാണ് കൂടുതലും. വളരെ കുറച്ച് ആൾക്കാരെ സ്വന്തമായിട്ട് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിട്ടുള്ളൂ. അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. വിദേശത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് പല ആൾക്കാർ പ്രഗത്ഭന്മാരായിട്ടുള്ള ആൾക്കാർ, കാർഡിയോളജിസ്റ്റുകൾ, അവിടുത്തെ നാസയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മുടെ സംസാരിക്കുമ്പോൾ ഇവരാണ് നമുക്ക് മനസ്സിലാവും. വൈകുന്നേരം ഇന്ന് കഴിക്കുമ്പോൾ അവർക്കൊന്നും ഒരു ഇൻസ്റ്റാഗ്രാമോ സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ല. അപ്പോൾ അവർക്ക് പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലെ പല ആൾക്കാരും യാത്ര ചെയ്യുന്നത് ടി വിയിലും ഈ പറയുന്ന വീഡിയോയിലും വരാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. മാത്രമല്ല അവർ വളരെ സീരിയസ് ആയിട്ടല്ല യാത്ര ചെയ്യുന്നത്. ഒരുപാട് പേര് ബേസ് ക്യാമ്പിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും സ്വപ്നം എവറസ്റ്റിൽ പോകണമെന്ന് തന്നെയാണ്. ബേസ് ക്യാമ്പിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. അവർക്കൊക്കെ ഏറ്റവും പൈസ കുറഞ്ഞു പോകണം, റേറ്റ് കുറഞ്ഞു പോകണം. റേറ്റ് കുറഞ്ഞു പോകുമ്പോൾ എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മുടെ സേഫ്റ്റിയാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാതെ പോകരുത്. ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റും. ബേസ് ക്യാമ്പിലോട്ട് പോകുന്ന വഴിക്ക് പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ഹെലികോപ്റ്റർ വിളിക്കുക, ഇവാക്യുവേറ്റ് ചെയ്യുക, തിരിച്ചു വരിക. എത്രയോ പേര് അങ്ങനെ മരിച്ചു പോയെന്നറിയോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ലഡാക്കിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ മരിച്ചു. ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ 1-2 ഫ്രണ്ട്സ്, അതിൽ കൂടുതൽ എനിക്കറിയാവുന്നവർ മരിച്ചു. കാരണം ഇവരോടൊക്കെ ഞാൻ പറയുന്നതാണ്, ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ കൃത്യമായ ആൾക്കാരെ അറിയിച്ചിട്ട് പോകണം. പലരും അറിയിക്കാതെ പോകും. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോഴും ഒരു കുട്ടിക്കളിയായിട്ട് നടക്കുന്ന ഒരു സ്റ്റേജിലാണ് നാട്ടിലെ ഈ മൗണ്ടനറിങ്. ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ പലരും അവരുടെ എന്താ പറയുക, കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിൽ വന്നൊരു ട്രക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ അവർ മൗണ്ടനയർ ആയെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങൾ ട്രെയിനിങ്ങിന് പോകും, സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ 1 മാസത്തെ ട്രെയിനിങ്ങിന് പോകും. അപ്പോൾ അവർക്ക് സമയം കാണത്തില്ല ട്രെയിനിങ്ങിന് പോകാൻ. ഇതിനുള്ള ട്രെയിനിങ് സെന്ററുകളൊന്നും ഇല്ലല്ലോ നമ്മുടെ കേരളത്തിലോ? അങ്ങനെ കേരളത്തിലല്ല, നല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇതിന് ട്രെയിനിങ് സെന്ററുകളില്ല. കാരണം വലിയ മലകളില്ല.
ഇതിന് ട്രെയിനിങ്ങിന് ഞാൻ ട്രെയിനിങ്ങിൻ്റെ അറ്റം വരെ പോയിട്ടുള്ളതാണ്. ബേസിക് മൗണ്ടനിങ് കോഴ്സ്, അഡ്വാൻസ്ഡ് മൗണ്ടനിങ് കോഴ്സ്, സെർച്ച് ആൻഡ് റെസ്ക്യൂ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ താല്പര്യം കൊണ്ടാണ് പഠിക്കാൻ. അല്ലാതെ എനിക്ക് അതിൽ നിന്ന് വേറൊന്നും കിട്ടുന്നില്ല. കാരണം എനിക്ക് പോകുമ്പോൾ പുതിയൊരു 10-200 ഫ്രണ്ട്സിനെ കിട്ടും. എൻ്റെ ശൃംഖല വലുതായിക്കൊണ്ടിരിക്കും. അവരുമായിട്ട് ഒരു മാസം നമുക്കൊരു മലയിലുള്ളൊരു യാത്ര. വലിയ പൈസ ഇല്ല ഇതിന് 10,000-20,000-25,000 രൂപ കൊടുത്താൽ മതി. ഒരു മാസം ഭക്ഷണം, താമസം, യാത്ര എല്ലാത്തിനോട് ചേർന്നിട്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന കോഴ്സാണ്. അപ്പോൾ എനിക്ക് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഇതുപോലെയുള്ള സോക്കോൾഡ് അഡ്വഞ്ചറിസ്റ്റുകളോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സമയം കണ്ടെത്തി നിങ്ങൾ ഏതെങ്കിലും കോഴ്സിന് പോകും. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. വളരെ സീരിയസ് ആയിട്ട് എടുത്തുള്ള കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. വളരെ അപ്രീഷിയേറ്റീവാണ്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്. അല്ലാത്ത ആൾക്കാരൊക്കെ ചുമ്മാ അവരുടെ ജീവിതം റിസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എവറസ്റ്റ് കീഴടക്കി വന്ന ഒരു സിവിലിയനാണ്. അത് ഏറ്റവും പ്രായം കുറഞ്ഞ സിവിലിയനാണ് നിങ്ങൾ. അതെ. ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ സൈഡിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സൈഡിൽ എന്തെങ്കിലും അപ്രീഷിയേഷനോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നാട്ടിൽ കിട്ടിയിരിക്കുന്ന അപ്രീസിയേഷൻ വളരെ കുറവാണ്. കാരണം എന്നെ പോലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും അപ്രീസിയേഷനോ വേണ്ടത്. നമുക്കൊരു സ്പോൺസറെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ കമ്മ്യൂണിറ്റീസ് അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ അതുപോലെ സപ്പോർട്ട് ഇതുവരെ എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടിയിട്ടില്ല. എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ലെവലിന് മുകളിലേക്ക് ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സിനിമാ താരത്തിന് കിട്ടുന്ന ഇതോ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടി ഹിറ്റാവുന്ന ആൾ ഇത് കിട്ടുന്നത് നമുക്ക് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോലെ ഒരാൾ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ മറ്റൊരാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ പലപ്പോഴും നോക്കുമ്പം സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ പറയുക, വലിയ വലിയ ഇൻഫ്ലുവൻസറായിട്ടിരിക്കുന്ന ആൾക്കാർ, വലിയ കമ്പനികളാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ലൈക്ക് അവർക്ക് ഒരു സോഷ്യൽ മീഡിയ ടീം തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ പല ആൾക്കാരോട് ബന്ധപ്പെട്ടു, എൻ്റെ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അവരൊക്കെ വലിയ പൈസ ചോദിക്കുന്നത്. എൻ്റെ ഒരു 5 മിനിറ്റത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി 5 ലക്ഷം രൂപ വരെ ചോദിച്ചവരുണ്ട്. പിന്നെ മാസം 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയ്ക്കാണ് ഇവർ ഈടാക്കുന്നത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അത്രയും പൈസ ഒന്നും കൊടുക്കാനില്ല. ഞാനപ്പം എല്ലാവരോടും സംസാരിച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ സ്വന്തമായിട്ടാണ് ഈ ആക്ടിവിറ്റി, എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലായത് കാര്യം, ഇപ്പോൾ 1 മില്യൺ, 2 മില്യൺ, 3 മില്യൺ, 10 മില്യൺ, 100 മില്യൺ ഉള്ള ആൾക്കാർ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർ അത്രയും കിട്ടുന്നത്. തീർച്ചയായും അവർ ഒരു കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും റീച്ച് കിട്ടത്തില്ല. അവർ പൈസ ഇറക്കിയാണ് പൈസ മേടിക്കുന്നത്. നമ്മളെല്ലാം പൈസ ഇറക്കി ആൾക്കാരെ മുന്നിൽ കാണിക്കാനുള്ള ഇതില്ല. സോഷ്യൽ മീഡിയ ഒരു പ്രശ്നം അത് തന്നെയാണ്. പൈസ ഇറക്കാത്തതന്നെ ഇവൻ പുറത്ത് കാണിക്കത്തില്ല. നമുക്ക് ചില ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചില ആൾക്കാർ, എനിക്ക് അറിയാവുന്നവരുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കുമ്പോൾ അവർക്ക് വളരെ ഫോളോവേഴ്സ് കുറവായിരിക്കും. പക്ഷെ അവർ ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളായിരിക്കും. അറിയത്തില്ല. കാരണം ഇതൊരു പെയ്ഡ് സാധനമാണല്ലോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് മാത്രമായിരിക്കും. സോഷ്യൽ മീഡിയക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അവൻ ഇദ്ദേഹത്തെ ലോകത്തിന് മുന്നിൽ കാണിക്കത്തുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായത്, ഞാൻ കാണുന്ന സെലിബ്രിറ്റികളൊക്കെ കാശ് കൊടുത്തു തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്ത് അവരെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവ്രിബഡി. അല്ലാത്തവരുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഞാൻ ബന്ധപ്പെട്ടവരെല്ലാം അങ്ങനെയാണ് പറയുന്നത്. അവർ മറ്റേ ചാനൽ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് സ്പോൺസർമാരും അവരെ കാണാൻ വേണ്ടിയിട്ട് മറ്റവരെയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് 2 ലക്ഷം കൊടുക്കണം, മറ്റവർ ചെയ്യുന്നു 3 ലക്ഷം കൊടുക്കണം. PR പ്രൊജക്റ്റാണ്. മൊത്തം പരിപാടികളാണ്. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. ഞാൻ ആ പൈസ കൊണ്ട് 3-4 രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ പർവ്വതം കയറും. കാരണം ആൾക്കാർ പറയുന്നത് ശരിയാണ്, പൈസ ഇട്ട് വേണം പൈസ ഉണ്ടാക്കാൻ. പൈസയുടെ നമ്മുടെ ഇല്ലല്ലോ ഈ പറഞ്ഞ പ്രിയ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ എത്രയും വലിയൊരു അച്ചീവ്മെന്റ് നേടിക്കഴിഞ്ഞിട്ട് ആരെങ്കിലും കാണാൻ വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോ മിനിസ്റ്ററി സൈഡിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ വന്ന സമയത്ത് തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ എവറസ്റ്റിൽ നിന്ന് വന്ന സമയത്ത് തന്നെ പിന്നെ പല ആൾക്കാർ, വലിയ പ്രമുഖരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രവാർത്തയ്ക്ക് വേണ്ടിയാണ് ബേസിക്കലി വരുന്നത്. അവരുടെ ഒരു പത്രവാർത്ത, കാരണം അവരുടെ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അല്ലാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടല്ല വരുന്നത്. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. നമ്മളിവരൊക്കെ കാണുമ്പോൾ അയ്യോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ കൈകൂപ്പി നിൽക്കും. ബേസിക്കലി അവർക്ക് ആ ഒരു വാർത്ത മതി. അത് കഴിഞ്ഞ് നമ്മളവരെ കോൺടാക്ട് ചെയ്താൽ പോലും അവർ തിരിച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യത്തില്ല. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള മിക്കവാറുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും ഞാൻ പോയിട്ട് കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് കാണാനുള്ള ആക്സസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണുമ്പോൾ ചോദിക്കുന്ന, എനിക്കൊരു ലീഡ്, ഞാൻ ഇത്രയും ചെയ്ത ഒരാളാണ്, എനിക്ക് എൻ്റെ അടുത്ത എക്സ്പെഡീഷൻ ഇങ്ങനെ എനിക്ക് ലീഡ് തരണം, എന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, എന്നെ ഒഴിവാക്കി വിടാനല്ലാതെ പിടിച്ചിരുത്തി നമുക്ക് നീ ഇത്രയും ചെയ്തതല്ലേ, പൈസ വേണ്ട എനിക്ക് നീ ഇന്ന ആളെ ഒന്ന് പോയി കാണും, ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൻ്റെ കാപട്യം മനസ്സിലാവുന്നത്. ഇവർ നാട് നന്നാക്കാനാണോ, ഇവർ എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ നാട്, ഞാൻ മാത്രമല്ല, എത്രയോ സ്പോർട്സ് താരങ്ങൾ
അവർ വെറും ഒരു സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ സ്പോർട്സിൽ വരുന്നത്. തീർച്ചയായും അവരുടെ പാഷൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ചിലപ്പോൾ അവർക്ക് ജീവിതത്തിൽ ആ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ജോലി കിട്ടും, ബാക്കിയുള്ള ജീവിതം സേഫ് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അവർക്കുള്ളത് എല്ലാവർക്കും. ഇദ്ദേഹം ഈ പറയുന്ന നമുക്കൊരു ഒളിമ്പ്യനെ, ശ്രീജേഷ് ഒരു ഒളിമ്പിക് താരമാണ്. അപ്പം അതുപോലെ നമുക്ക് എത്ര ശ്രീജേഷ് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വീഡിയോയ്ക്ക്. അദ്ദേഹം സ്വന്തമായിട്ട് വളർന്നു വന്ന ഒളിമ്പിക് താരമാണ്. അതുപോലെ എത്ര താരങ്ങളെ നമുക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ആരുടെ തെറ്റാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലെ ടാലന്റഡ് ആയിട്ടുള്ള 100 കണക്കിന് വിദ്യാർത്ഥികളുണ്ട്. ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ ക്രിക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നോ ചെറുപ്പത്തിലൊക്കെ? ഞാൻ ബേസിക്കലി ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണം, ഒരു ഫാസ്റ്റ് ബോളർ ആവണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ശ്രീശാന്ത് ഒക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ചിട്ടുണ്ട് കൊച്ചിയിൽ. അപ്പോൾ അദ്ദേഹം നല്ല പേസ് ബോളറായിരുന്നു ആ സമയത്ത്. പിന്നെ അദ്ദേഹം MRF പേസ് അക്കാഡമിയിൽ പോയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ തീ പാറുന്ന ബോളുകൾ വന്നു തുടങ്ങിയത്. അപ്പം ആ ഒരു അപ്ഗ്രേഡ് പുള്ളിക്കാരൻ നടത്തി. അതുകൊണ്ടാണ് അദ്ദേഹം വേൾഡ് ക്ലാസ് ബോളറായിട്ട് മാറിയത്. ഇപ്പോഴും ഞാൻ ബഹുമാനിക്കുന്ന ഒരു ബോളറാണ്. എനിക്ക് അതൊരു ബോളിംഗ് രോമാഞ്ചമാണ്. പക്ഷേ ഈ പറയുന്ന +2 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ലോങ് ജമ്പ് ചാടുകയും ഏത് തരത്തിൽ ഏത് ഉയരത്തിലേക്കും പോകാൻ പറ്റുന്ന ഒരുപാട് തരം ആൾക്കാർ മുകളിലേക്ക് പറക്കാത്തതിൻ്റെ കാരണം അവർക്ക് നല്ല ട്രെയിനിങ് കിട്ടുന്നില്ല. ചിലപ്പോൾ അവർക്കുള്ള ട്രെയിനിങ് ഇന്ത്യയിൽ കാണത്തില്ല, അത് ചിലപ്പോൾ യൂറോപ്പിലായിരിക്കും. അതിന് പോകണമെങ്കിൽ പൈസ വേണം. ആര് കൊടുക്കും ഇത്? മാത്രമല്ല അവരവരുടെ പാവപ്പെട്ട ഫാമിലിയിലായിരിക്കും പലരും വരുന്നത്. കാശുള്ള വീട്ടിലെ പല ആൾക്കാരും ഇതിനകത്ത് വരത്തില്ല. അവർ AC ക്കകത്തിരുന്ന് അവർക്ക് ജീവിക്കാനുള്ള വക അവർക്ക് അവരുടെ ഫാമിലി തന്നെ പറഞ്ഞു കൊടുക്കും. ബിസിനസ്സുകാരാണ് എങ്ങനെ ബിസിനസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. സാധാരണക്കാരൊന്നും അറിയത്തില്ല. അവൻ വളർന്നു വരുമ്പോഴത്തേന് അവൻ്റെ പ്രായവും കഴിയും, അവന് ബിസിനസ്സും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിതത്തിന് ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരെ ജീവിതത്തിൽ സേഫ് ആക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അവർക്ക് 10, 30, 40 വയസ്സ് വരെ ജീവിക്കാനുള്ള പൈസയോ സാഹചര്യമോ കൊടുക്കുക. എന്നിട്ട് അവരോട് പറയുക, അവരെ കൊണ്ട് ട്രെയിൻ ചെയ്യിക്കുക. 10 വയസ്സിൽ അവരെ പിടിക്കുക, അല്ല 5 വയസ്സിലെ പിടിച്ചിട്ട് ഒരു 5 ഒളിമ്പിക്സ് ഒരു ഒളിമ്പ്യൻസിനാണ്. ഓരോ ഒളിമ്പിക്സ് കഴിയുമ്പോൾ എനിക്ക് വിഷമം വരും. നമ്മൾ യാചിക്കുക, ഇന്ത്യക്ക് ഒരു സ്വർണം കിട്ടിയില്ല, ഇന്ത്യക്ക് ഒരു വെള്ളി കിട്ടിയില്ല. എന്തിനാ യാചിക്കുന്ന? 150 കോടി ആൾക്കാരുള്ളതിന് ഒരു 50 പേരെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വിട്ടാൻ പറ്റില്ല. ആരുടെ തെറ്റ്? ഈ ജനത്തിൻ്റെ തെറ്റാണോ? ഹൂ ഈസ് റെസ്പോൺസിബിൾ എന്നുള്ള ചോദ്യം. ആ കൂട്ടത്തിലാണ് ഞാനും വരുന്നത്. അപ്പോൾ എനിക്ക് വേറെ വിഷമമൊന്നുമില്ല. ഈ സംവിധാനത്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരെ കൺവിൻസ് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. ബേസിക്കലി അൾട്ടിമേറ്റ്ലി എല്ലാം തട്ടി നിൽക്കുന്ന പൈസയിലാണല്ലോ തട്ടി നിൽക്കുന്നത്. പൈസ കൊണ്ട് എനിക്ക് ഇപ്പം നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് പോലും വരേണ്ട ആവശ്യമില്ല. എനിക്ക് എക്സ്പെക്ടേഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ എനിക്കിത് പറയാനൊരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ടാണ് ഞാൻ വന്നിവിടെ പറയുന്നത്. ഇപ്പോൾ താങ്കളുടെ കഥ പറഞ്ഞപ്പോൾ ഏകദേശം 30 വർഷം കാത്തിരുന്നു നല്ലൊരു മൗണ്ടനറായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ജനറേഷന് നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് അവരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? നാട്ടിൽ മൗണ്ടനറിങ്ങിന് അധികം ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാരണം വലിയ മൗണ്ടൻസ് നമുക്കില്ല. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരാൾക്ക് അവനെ മോൾഡ് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട്, അവനെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടതെന്നോ മൗണ്ടനറിങ്ങിന് വേണ്ടിയിട്ട്? യെസ്. നാട്ടിലൊരു മൗണ്ടനർ ആവണമെങ്കിൽ ആദ്യം നമുക്ക് ഒരുപാട് ട്രക്കും ട്രെയിലും ഒക്കെ ഉണ്ട്. അതൊക്കെ കയറി പ്രകൃതിയായിട്ട് നല്ല കണക്റ്റഡ് ആകുക. കാരണം നമ്മൾ മൗണ്ടനറിങ് എന്ന് വെച്ചാൽ പ്രകൃതിയിലൂടെയുള്ള യാത്രയാണ്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു പ്രാപ്തി ആവണം നമുക്ക് ആദ്യം. അത് നമുക്ക് യാത്രകളിലൂടെയും ട്രക്കിങ്ങുകളിലൂടെയൊക്കെ നമുക്ക് സാധ്യമാക്കാൻ സാധിക്കും. അതിനുശേഷം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് കേരളത്തിൽ വെക്കുന്നത് അത്ര ഫീസിബിൾ അല്ല. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് ട്രെയിനിങ് ചെയ്തിട്ട് തിരിച്ച് കേരളത്തിൽ വരണം. എന്നിട്ട് നിരന്തരമായി ട്രക്കുകൾ ചെയ്യാൻ ശ്രമിക്കണം, നിരന്തരമായി മൗണ്ടനറിങ് ചെയ്യാൻ ശ്രമിക്കണം. മൗണ്ടനറിങ് കമ്മ്യൂണിറ്റികളുടെ കൂടിക്കഴിഞ്ഞാൽ അത് സാധിക്കും. പിന്നെ മൗണ്ടനറിങ്ങിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ബ്രീത്തിങ് എക്സസൈസാണ്. നമ്മൾ ബ്രീത്തിങ് നമ്മുടെ പെർഫെക്റ്റ് ആക്കി മാറ്റണം. ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള എക്സസൈസുകളുണ്ട്, നമുക്ക് ബ്രീത്തിങ് കൺട്രോൾ ചെയ്യാനുള്ള എക്സസൈസുകളുണ്ട്. യോഗയ്ക്കകത്ത് തന്നെ ഒരുപാട് എക്സസൈസുകൾ ബ്രീത്തിങ്ങിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഈ ലങ്സാണ് നമ്മളെ കൊണ്ട് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് ഋദ്ധമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മൾ എത്ര എഫോർട്ട് എടുത്ത് ഒരു ട്രക്കിലോ ട്രെയിനിലോ മൗണ്ടനിലോ നടക്കുകയാണെങ്കിലും നമുക്ക് ഹേർട്ട് ബീറ്റ് കൂടാൻ പാടില്ല. അതാണ് ഒരു നല്ല ട്രക്കറിൻ്റെ കഴിവ്. നമ്മൾ കിതച്ച് മുകളിലോട്ട് പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ നോർമൽ ബ്രീത്തിൽ തന്നെ മുകളിലോട്ട് നടക്കാൻ പറ്റുമെങ്കിൽ യു ആർ എ ഗുഡ് മൗണ്ടനെയർ. അപ്പോൾ അതിന് വേണ്ടിയുള്ള എക്സസൈസുകളും ബാക്കി കാർഡിയോയും ഒക്കെ ചെയ്യുക. അതൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ ജിമ്മുകളിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഏതെങ്കിലും 5000, 6000 മീറ്ററുകൾ പീക്കുകളൊക്കെ കയറുക, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല മൗണ്ടനെയർ ആകാൻ സാധിക്കും. നമുക്ക് നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കാൻ പറ്റുമായിരിക്കും. ഒരു മൗണ്ടനെയർ എന്ത് പറഞ്ഞാലും നല്ലൊരു വ്യക്തിയായിരിക്കും. കാരണം പ്രകൃതിയുമായിട്ട് കിടപിടിക്കുന്ന, പ്രകൃതിയായിട്ട് ഇഴചേർന്ന് പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രകൃതി തരുന്ന വെള്ളമായിരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുടിക്കുന്നത്, സൂര്യപ്രകാശത്തിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്.
ശുദ്ധമായിട്ടുള്ള വായു ശരീരത്തിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ റീജനറേറ്റ് ചെയ്യും, നമ്മൾ പുതിയൊരാളായിട്ട് മാറും. അത് പലരും പറയുന്നുണ്ട്. കേരളത്തിലെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന് തന്നെ പോയിട്ട് 3 ദിവസം ട്രക്കിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു 30 ദിവസം നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മാസമോ അല്ലെങ്കിൽ 50 ദിവസമൊക്കെ മലയിൽ പോയിട്ട് വരുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് അനുഭവങ്ങളും അല്ലേ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് ഒന്ന് ചേഞ്ച് ചെയ്യും, റീഫ്രഷ് ഫീൽ ചെയ്യും നമുക്ക്. റിഫ്രഷ്മെൻറ്റ് മാത്രമല്ല, ഇതിനകത്ത് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, 21 ദിവസം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളൊക്കെ മരിച്ചിട്ട് വീണ്ടും ജനിക്കും. അപ്പോൾ ഒരു 50 100 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം നിങ്ങൾ മൗണ്ടനിൽ പോയിട്ട് വരിക എന്ന് വെച്ചോ, അപ്പോൾ നിങ്ങളൊരു പുതിയ ആളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. 21 ദിവസം കൊണ്ട് ഒരു സെല്ല് ജനിക്കും. ചിലപ്പോൾ 45 ദിവസത്തിനുള്ളിൽ എല്ലാം നിങ്ങളൊരു പുതിയ ബോഡിയാണ് വരുന്നത്. അപ്പോൾ ഈ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്ന എനർജി, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കറക്റ്റായിട്ടുള്ള എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പം നിങ്ങളുടെ അസുഖങ്ങൾ വരെ ഇല്ലാതാവും. ഇതൊരു വലിയ തെറാപ്പിയാണ് ബേസിക്കലി. നിങ്ങൾ വേറെ മരുന്നൊന്നും കഴിക്കണ്ട. കാരണം മൗണ്ടനിൽ പോകുമ്പോൾ നമ്മൾ ഫിസിക്കലി വർക്ക് ചെയ്യുന്നുണ്ട്, മെൻ്റലി വർക്ക് ചെയ്യുന്നുണ്ട്. മെൻ്റലി നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജോലിയിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. സ്ട്രെസ് മാത്രമല്ല, സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഞാൻ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി എനിക്കില്ല. അത് സർക്കാർ ജോലി ആയിക്കോട്ടെ, പ്രൈവറ്റ് ജോലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പ്രൈവറ്റുകാർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്, വീക്കെൻഡ് പാർട്ടിയൊക്കെ നടത്തി തരുന്നുണ്ട്. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ അല്ല. നല്ലപോലെ ട്രക്ക് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാൽ അവർക്ക് സമാധാനം എന്താണെന്ന് മനസ്സിലാവും, സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് മനസ്സിലാവും. അതുമൂലം അവർക്കുണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഭയങ്കര വലുതാണ്. ഇത് നമ്മൾ ആരെല്ലാം കാണിക്കാൻ വേണ്ടി ട്രക്ക് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സാധനമൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ പ്രകൃതിയെ അറിഞ്ഞ് ഒരു ദിവസം കൂടെ താമസിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു റിലാക്സ് മൂഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ല അവിടെ പോയിട്ട് എനിക്ക് മലയുടെ മുകളിൽ എനിക്ക് ചോറും കറിയും വേണം, മലയുടെ മുകളിൽ എനിക്ക് എന്താ പറയുക ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഉള്ള ഭക്ഷണം കഴിച്ച് അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ബോഡിക്ക് കിട്ടുന്ന ഒരു റീജുവനേഷൻ, അത് ഞാൻ നേരത്തെ -30 കാര്യം പറഞ്ഞ പോലെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾ പിന്നെ ഇൻസ്റ്റാഗ്രാമും ഈ ഫേസ്ബുക്കും കണ്ടിട്ട് പോകാതിരിക്കുക. ആൾക്കാർ പറയും ഈ സ്ഥലം സ്വർഗ്ഗമാണ്, ഈ സ്ഥലത്തിനെ പോലെ വേറെ സ്ഥലമില്ല. എല്ലാ സ്ഥലവും സ്വർഗ്ഗമാണ്. എൻ്റെ ഭൂമിയിൽ ഞാൻ കണ്ടിട്ടുള്ള എല്ലാ സ്ഥലവും സ്വർഗ്ഗമാണ്. കാരണം നമ്മുടെ ചിന്താഗതിയാണ് അതിനെ സ്വർഗ്ഗമാക്കി മാറ്റുന്നത്, നരകമാക്കി മാറ്റുന്നു. ഒരു സ്ഥലം മനോഹരമാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ല അവിടുത്തെ ക്ലൈമറ്റ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, അവിടെ സ്വർഗ്ഗമായിട്ട് മാറും. എത്ര ചൂടുള്ള സ്ഥലമാണെങ്കിൽ തന്നെ. സഹാറ മരുഭൂമിയിലൊക്കെ എത്ര ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്, അവിടെ അവർ പറയുന്നത് സ്വർഗ്ഗമാണെന്നാണ് പറയുന്നത്, ഇത്ര ചൂടായിട്ട് തന്നെ. നമ്മുടെ മെൻറ്റാലിറ്റിയാണ്. അല്ലാതെ ഇപ്പം ഒരാൾ കാണിച്ചു വന്നൊരു സ്ഥലം, പുതിയ സ്പോട്ട് കണ്ടു, അവിടെ എല്ലാവരോടും ഇരച്ച് കയറി അവിടെ ഇടിയുണ്ടാക്കി, അത് എനിക്ക് അറിയത്തില്ല എന്താണ്. ചില ആൾക്കാർ അതായിരിക്കും എൻജോയ് ചെയ്യുന്നത്, ചേർന്നായിരിക്കും. പക്ഷെ അവർ തന്നെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, നിങ്ങൾ സ്വന്തമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് സെൽഫായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, ആരും കാണിക്കാൻ വേണ്ടിയല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടിയോ, അത് മാത്രം മതി. ജസ്റ്റ് അതാണ് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന കാര്യം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ട്രക്കിങ്ങിന് ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാസം സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള യാത്ര, മൗണ്ടൻസ് ആയിക്കോട്ടെ, ഇതുപോലെയുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡിഫിക്കൽട്ടുള്ള യാത്ര ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ശരീരവും ഒക്കെ എടുക്കുന്ന എഫേർട്ട്, ഇത് നിങ്ങളുടെ വർക്ക് സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വലിയ സ്ട്രെസ്സും നിങ്ങൾക്ക് നേരിടാൻ പറ്റും, പുല്ലുപോലെ നേരിടാൻ പറ്റും. കാരണം നമ്മളെ ഇത് അഫക്റ്റ് ചെയ്യണോ നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ ഒരു നിലയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സസൈസും മെഡിറ്റേഷനും ഒക്കെയാണ് മൗണ്ടനറി. ഇത്ര അച്ചീവ്മെന്റ് ഒക്കെ നേടി ഇപ്പോൾ വന്നു നിൽക്കുന്നത് ദുബായിലാണ്. എന്താണ് ദുബായെ കുറിച്ച് പറയാനുള്ളത്? എന്താണ് ദുബായ് യാത്രയുടെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്താണ് ദുബായിൽ എനിക്കൊരു പ്രോഗ്രാമിന് വന്നതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊട്ടൻഷ്യലായിട്ടുള്ള സ്പോൺസർമാരുണ്ട്, അവരെ ഹണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അവരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റുള്ളൂ. ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു. പിന്നെ എന്താ ദുബായിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് ഇവിടെ ഒരു മണലാരണ്യമാണ്. ഇവിടത്തെ ആൾക്കാർ പാവങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വന്ന് കിടക്കുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. റെപ്പറ്റേറ്റീവായിട്ട് ബോറടിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് അല്ലാതെ വേറെ എൻ്റർടൈൻമെൻറ്റ് ദുബായിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഹാർഷായിട്ടുള്ള ക്ലൈമറ്റാണ്. മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ അവരുടെ സർവൈവ് ചെയ്യുന്നതെന്നുള്ളൊരു നിങ്ങൾ ഈ ദുബായിൽ താമസിക്കാൻ എടുക്കുന്ന എഫേർട്ടിൻ്റെ പകുതി മതി മൗണ്ടനിൽ സർവൈവ് ചെയ്യാൻ. എനിക്ക് സത്യം പറയാതാ തോന്നുന്നത്. കാരണം AC നിന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല, കൊടും ചൂട്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് പനി പിടിച്ചു.
ഈ ഇത്രയും മൗണ്ടൻസിൽ പോയിട്ട് പനി പിടിക്കാത്ത ഇവിടുത്തെ കാലാവസ്ഥ അടിച്ച് ഒറ്റയടിക്ക് പനി പിടിച്ചു. അപ്പം വളരെ ഹാർഷ് ക്ലൈമറ്റിൽ ജീവിക്കുന്ന ഭയങ്കരമായിട്ടുള്ള മനുഷ്യന്മാരാണ് ദുബായ് പോലുള്ള ഈ നല്ല മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്, പരിചയപ്പെട്ടവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. പിന്നെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു, എനിക്ക് യൂസുഫ് അലി സാറിനെ ഇതുവരെ കാണാനേ പറ്റിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ നിരന്തരം മെയിൽ, ഇപ്പോൾ വരുന്നതിന് മുമ്പ് 2 മെയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടാണ് വന്നത്, പക്ഷേ അതൊന്നും എത്തേണ്ടടുത്ത് എത്തുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് മെയിൽ ഐ ഡി തന്നെയാണ് ഞാൻ അയക്കുന്നത്. അപ്പം അറിയില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് എത്താത്തതെന്ന്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ഹെൽപ്പ് ചോദിക്കാനുള്ളത് മൗണ്ടനറിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിലും എൻ്റെ ഒരു ഡ്രീമാണ്. കാരണം അത് ദുബായിലുള്ള ബുർജ് ഖലീഫയുടെ പിനക്കിളിൽ കയറിയിട്ട് ഇന്ത്യയുടെയും UAEയുടെയും ദേശീയ പതാകകൾ പറപ്പിക്കുക എന്നുള്ളൊരു സമാധാനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വേൾഡ് പീസിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെയും UAEയുടെയും ദേശീയ പതാകകൾ ബുർജ് ഖലീഫയുടെ പിനക്കിളിൽ പറപ്പിക്കുന്ന ഒരാളായി മാറണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ചിലപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ യൂസുഫ് അലി സാറിന് സാധിക്കും, അതുപോലെ വേറെ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി നിരന്തരം മെയിൽ അയച്ചിട്ടുണ്ട്. ലോകത്തിൽ എവിടെയാണെങ്കിലും ഞാൻ വന്ന് കാണാം, താങ്കൾ എനിക്കൊരു അപ്പോയിൻമെന്റ് തരൂ എന്നാണ് ഞാൻ പറയുന്നത്. അത് അറിഞ്ഞായിരുന്നു ഉറപ്പായിട്ടും എന്നെ വിളിച്ചത്. ഞാൻ എത്ര കാലമായി പുള്ളിയെ കാണാനുള്ള ഈ ഒരു ഏകദേശം ഒരു 5-6 വർഷമായിട്ട് 10-250 മെയിൽ ഞാൻ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ദുബായിൽ വരുന്നതിന് മുമ്പും ഞാൻ അദ്ദേഹത്തിന് കൃത്യമായി ഞാൻ ഇവിടെ വരുന്ന കാര്യങ്ങളും എനിക്കൊരു അപ്പോയിൻമെന്റ് തരണമെന്ന് ദയാദാക്ഷിണ്യത്തോടുകൂടി ഞാൻ അപേക്ഷിച്ചൊരു മെയിൽ അയച്ചിട്ടാണ് വന്നത്. അതിന് റിപ്ലൈ ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മെയിൽ എന്തെങ്കിലും തിരിച്ചു വരുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. പലയിടത്തും പോയി ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനെ നോക്കാറില്ല, പക്ഷേ ഈ മെയിൽ ചെക്ക് ചെയ്യുമ്പം യൂസഫ് അലിയുടെ മെയിൽ വരുന്നുണ്ടോ നോക്കുന്നത്. ഈ 5 വർഷമായിട്ട് തിരിച്ചൊരു മെയിൽ വന്നിട്ടില്ല. ഇനി ഞാൻ അയക്കുന്ന മെയിലുള്ള സ്വാമി പോവുകയാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ ലക്ഷ്യം ഇതാണ്. ദുബായി എന്ന് കേൾക്കുമ്പോൾ എനിക്ക്, കാരണം ഞാൻ ഹയസ്റ്റ് പീക്ക് ഞാൻ കയറാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ ഒരാളാണ്. ലോകത്തിൽ തന്നെ 5500 പേരാണ് എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് ലോകത്തിൽ ഈ കാലഘട്ടത്തിൽ. അപ്പോൾ എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിൻ്റെ മുകളിലും കൂടെ എത്തണം. ഇന്ത്യയുടെ ദേശീയ പതാകയും UAEയുടെ ദേശീയ പതാകയും ചേർത്ത് പിടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നടത്തിത്തരാൻ യൂസുഫ് അലി സാറിന് പറ്റും എന്നെനിക്കൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നിരന്തരം ഞാൻ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കാണാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് അബുദാബിയിലെ ടവറിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് അദ്ദേഹത്തെ കൈ കാണിച്ച് കയറിയാലെന്നൊക്കെ ആഗ്രഹിച്ചു. പിന്നെ അത് ശരിയല്ലല്ലോ, അപ്പോയിൻമെൻ്റ് എടുത്ത് പോകുന്നതല്ലേ നല്ലത്. ഇതുവരെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. ഉറപ്പായിട്ടും പ്രയത്നിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നും എനിക്കറിയാം. ഇത്രയൊക്കെ നമ്മൾ ഒരുപാട് കൊടുമുടികളൊക്കെ കയറി ഇറങ്ങിയല്ലേ. അതെ അതെ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എന്താണ് ഭാവി പ്രൊജക്റ്റുകൾ, എന്തൊക്കെയാണ് ഭാവി പ്ലാനുകൾ, എന്താണ് ഇനി? ഞാൻ വേറൊരു രീതി ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് മുന്നിൽ ലക്ഷ്യങ്ങളില്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേസ്റ്റ് വസ്തുവാണ്. പിന്നെ അവനൊന്നും ചെയ്യാനില്ല ജീവിതത്തിൽ. ഇപ്പം ലക്ഷ്യമില്ലാത്തൊരുത്തനോട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷ്യമില്ലാത്ത ആളായിട്ട് മാറും. കാരണം അവന് പിന്നൊന്നും ചെയ്യാനില്ല. അവൻ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അങ്ങ് ചീഞ്ഞളിഞ്ഞ് പോത്തേ ഉള്ളൂ. നിരന്തരമായ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ബ്രെയിനകത്ത് തന്നെ മാറ്റം വരും. ബ്രെയിനകത്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രെയിനകത്ത് പുതിയ ന്യൂറോൺസ് ഉണ്ടാവും. ബേസിക്കലി നിങ്ങൾ പുതിയൊരാളായിട്ട് മാറും. നിങ്ങളുടെ ബ്രെയിൻ പുതിയ രീതിയിലുള്ള വയറിങ്ങുകൾ സൃഷ്ടിക്കും. ഇത് പ്രൂവൺ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്തെങ്കിലും നിരന്തരമായിട്ട് പുതിയതായിട്ട് ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. പുതിയ ഭാഷ പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു ലക്ഷ്യം എപ്പോഴും ഞാൻ മുന്നിൽ വെക്കാറുണ്ട്. ഇപ്പോൾ 7 സമ്മിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്തത് ചെയ്യേണ്ടത് എല്ലാ രാജ്യങ്ങളിലെ ഹയസ്റ്റ് പീക്കുകൾ കയറുക എന്നുള്ളതാണ്. 195 കൺട്രീസിലെയും ഹയസ്റ്റ് പീക്ക് കയറി ഇന്ത്യയുടെ ദേശീയ പതാക അതിൻ്റെ മുകളിൽ പറപ്പിക്കുകയും അവിടുത്തെ ഇന്ത്യൻ ഡയസ്പൊറയെ ഞാൻ വന്ന ലക്ഷ്യം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും ലോക സമാധാനത്തിൻ്റെ ലക്ഷ്യം അവരിൽ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു റോൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ 7 സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിനൊരു ഓസ്ട്രേലിയയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു നല്ല സ്പോൺസറെ കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം ഇത് ഒരുപാട് പൈസ ആവശ്യമുള്ളൊരു കാര്യമാണ്. 5 വർഷമാണ് ഞാൻ ഇതിട്ടിരിക്കുന്ന ടാർഗറ്റ്. പലരും ഞാൻ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 5 വർഷം കൊണ്ട് നടക്കുമോ, അത് ഏതൊക്കെ സ്ഥലത്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. നമ്മൾ നടക്കുന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു, അതാണ് പ്രതീക്ഷ. ഇതുവരെ നടത്തിയില്ലേ? സാധാരണ ഒന്നുമില്ലാത്ത 30 വയസ്സ് വരെ മല കയറിയിട്ടില്ലാതെ ശബരിമല മാത്രം കയറിയുള്ളൊരു മനുഷ്യൻ എവറസ്റ്റിൻ്റെ മുകളിലെത്തി ഇപ്പോൾ 7 സമ്മിറ്റുകളായില്ലേ. അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്റ്റ് മുന്നിൽ വെച്ചാലേ എനിക്ക് ഒരു പ്രതീക്ഷയുള്ളൂ. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും വലിയ കാര്യങ്ങൾ മുന്നിൽ വെക്കുക, ആ പ്രതീക്ഷ നിങ്ങൾക്ക് വരുത്തുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ നിങ്ങൾ പുതിയൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് മരണം വരെ നിങ്ങൾക്ക് ആ പ്രതീക്ഷയിൽ ജീവിക്കാം. തീർച്ചയായും എൻ്റെ ലക്ഷ്യം ഈ 195 കൺട്രീസിലെ ഹയസ്റ്റ് പീക്സ് ആണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു സ്പോൺസറെ ഹണ്ട് ചെയ്യുന്ന തിരക്കിലാണ് ഞാൻ. ചെറിയ കാര്യമല്ല മൗണ്ടൻ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ പ്രശ്നം അല്ലെങ്കിൽ മെൻ്റലി പ്രശ്നം മാത്രമേ ഉള്ളൂ. ഫിനാൻഷ്യൽ എയ്ഡ് അല്ലെങ്കിൽ ഒരു സ്പോൺസറെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഞാൻ ഈ മൗണ്ടനറിങ്ങിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ഈ കോഴ്സ് അറിഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ.
എനിക്ക് എവറസ്റ്റ് കഴിഞ്ഞിട്ട് അൽ മുക്താദർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് എനിക്കൊരു സ്പോൺസർഷിപ്പായിട്ട് കിട്ടിയത്. അവരാണ് അന്റാർട്ടിക്കയും അർജന്റീനയും ചിലിയും ഒക്കെ സ്പോൺസർ ചെയ്തത്. അവരുടെ സ്പോൺസർഷിപ്പിൻ്റെ കാലാവധി കഴിഞ്ഞു. പുതിയൊരു സ്പോൺസറെ അന്വേഷിക്കാൻ വേണ്ടി അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ യൂസുഫ് അലി സാർ മെയിലിന് റിപ്ലൈ ചെയ്തില്ല. ഒരു വലിയ മുതലാളിമാർ റിപ്ലൈ ചെയ്തില്ല. അവരെടുത്ത് നമ്മൾ എത്തത്തില്ല. എന്തിനാണ്, എങ്ങനെ എൻ്റെ ഒരു ഫീഡ് അവരുടെ മുന്നിലെത്തും, എങ്ങനെ എൻ്റെ ഒരു വാർത്ത അവരുടെ മുന്നിലെത്തും? അതിന് പേഴ്സണലായിട്ടുള്ള കണക്ഷൻസ് വേണം. അത് നമുക്ക് വളരെ കുറച്ചാണുള്ളത്. അപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടാവും, എവിടെ നിന്നും പ്രതീക്ഷയിൽ ആ പ്രകാശം വരും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. എൻ്റെ പ്രതീക്ഷയ്ക്ക് എപ്പോഴും മാറ്റുകൂട്ടുന്നത് നമ്മുടെ അഭിലാഷ് ടോമിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെഡീഷൻ ഏകദേശം 12 കോടി രൂപയുടെ ചിലവുണ്ടായിരുന്നു അദ്ദേഹം ചെയ്ത ലാസ്റ്റ് എക്സ്പെഡീഷൻ. അപ്പോൾ അത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് 12 കോടി രൂപ സ്പോൺസർഷിപ്പ് കൊടുത്തത്. അപ്പോൾ അത്രയും പൈസ കൊടുക്കാൻ ആളുണ്ട്. പക്ഷെ നമ്മൾ റൈറ്റ് പേഴ്സണെ കാണണം, റൈറ്റ് ടൈമിലായിരിക്കണം. അതിനൊരു ഭാഗ്യം വേണം. അതിന് വേണ്ടിയിട്ടുള്ള ആ ടൈമിന് വേണ്ടിയിട്ടുള്ള അലച്ചിലാണ് ഞാൻ. തീർച്ചയായും നിങ്ങൾ കണ്ടെത്തും. താങ്ക് യു. അപ്പോൾ ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ഒരു ലക്ഷ്യബോധത്തെക്കുറിച്ചാണ്. നമുക്കൊരു നല്ല കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ അതിൽ എത്തിപ്പെടും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ ഇന്നത്തെ കാലത്തെ പിള്ളേരൊക്കെ പറയുന്നത് വെച്ചാൽ ഗോ വിത്ത് ഫ്ലോ, അല്ലെങ്കിൽ ഒഴുക്കിനൊക്കെ പോകും എന്നുള്ളൊരു സംഭവമാണ് അവരുടെ നിലപാട്. അപ്പോൾ അവരോട് പറയാനുള്ളൊരു മെസ്സേജ് എന്താണ് അവർ കൊടുക്കാറ്? ഗോ വിത്ത് ദ ഫ്ലോ ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പലിപ്പം ഒരു ബോട്ട് വെള്ളത്തിലിട്ടിട്ടേ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കരയപ്പോൾ അടിയും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചോണം. അതുകൊണ്ട് കാര്യമില്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഗുരുനാഥനില്ല, നല്ല ഒരു എന്താ പറയുക, ഒരു ഫോളോ ചെയ്യാൻ പറ്റിയ ഒരാളില്ല. നമ്മുടെ കുട്ടികൾ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? ഏതോ നാട്ടിൽ ഡാൻസ് കളിക്കുന്നവരെയും ഏതോ നാട്ടിൽ പാട്ട് പാടുന്നവരെയും ഏതോ നാട്ടിലെ ക്രിക്കറ്റ് കളിക്കുന്നവരെയാണ്. അവരാരാണ്? അവരെന്താണ് ഇവരെ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത്? അവർ ഇപ്പോൾ ഫോളോവർ ആണെന്ന് വെച്ചാൽ റൊണാൾഡോയുടെ ഫോളോവറാന്ന് പറയും. റൊണാൾഡോ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നത്? ലക്ഷ്യബോധം ഉണ്ടാക്കുമോ? എന്നാൽ പിന്നെ റൊണാൾഡോ ഒരു ഭയങ്കര ലക്ഷ്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ലോക ഫുട്ബോളിൻ്റെ കുലപതിയാണ്. അദ്ദേഹത്തിൻ്റെ എയിം അദ്ദേഹം അച്ചീവ് ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തെ പോലെ നിങ്ങളൊരു എയിം ഉണ്ടാക്കി അത് അച്ചീവ് ചെയ്യുമോ? നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫാനാണ്. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിക്കുന്ന ആളാണ്. നിങ്ങളെന്താ ഒരു ഇൻ്റർനാഷണൽ കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ BJP പോലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാത്തത്? അതാണ് ലക്ഷ്യബോധം എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങളൊരു കമ്പനിയുടെ മുതലാളിയാവാത്ത എന്താണ്? കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? ലക്ഷ്യബോധം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിലൊരു ലക്ഷ്യം വെക്കുകയും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോവുകയും ചെയ്യുന്നൊരു കാര്യമാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണുള്ളത്. ഇപ്പോൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞു. കുട്ടികളെല്ലാവരും നേരെ ഈ പറയുന്ന UK-യിലേക്കും യൂറോപ്പിലേക്കും കയറി പോവാണ്. അതൊരു ട്രെൻഡാണ്. അപ്പോൾ ഞാനും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ അവരെന്താണ് വിചാരിക്കുന്നത്? അവിടെ പോയി സുഖമായിട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. അവരുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇന്ത്യ വിടണമെന്നേ ഉള്ളൂ. ബേസിക്കലി അവിടെ എത്തി അവരുടെ ലക്ഷ്യം തീർന്നു. പിന്നെ അവർക്കുണ്ടാകുന്ന എന്താണെന്ന് അവർ ചിന്തിക്കുന്നുമില്ല, അത് ആലോചിക്കുന്നതുമില്ല. അപ്പം മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ് ഡിപ്രഷൻ. അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ കടുത്ത ഡിപ്രഷനിലേക്ക് പോകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. മൗണ്ടൻ എവറസ്റ്റിൻ്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. 8000 മീറ്ററുള്ള 14 പീക്കുകളുണ്ട് ലോകത്ത്. അത് മുഴുവൻ കയറിയ ഒരു ലേഡിയെ ഞാൻ പരിചയപ്പെട്ടു ഡയറക്റ്റായിട്ട്. കയറി കഴിഞ്ഞപ്പം പുള്ളിക്കാരി ഭയങ്കര ഡിപ്രസ്ഡാണ്. കാരണം പുള്ളിക്കാരിക്ക് ഇനി വലിയ പീക്കുകൾ കയറാനില്ല. പുള്ളിക്കാരുടെ ലക്ഷ്യം എല്ലാം കഴിഞ്ഞു. പുള്ളിക്കാരി ഇനി എന്ത് ചെയ്യും? പുള്ളിക്കാരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? പുള്ളിക്കാരി ഹാപ്പിനെസ് ഇല്ല. നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ ഹോർമോൺസ് ജനറേറ്റ് ചെയ്യണ്ടേ? എന്തെങ്കിലും ചെറിയ ഹാപ്പിനെസ് ഉണ്ടാവണേ പോലും ഹോർമോൺസ് ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഹാപ്പിനെസ് ഉള്ള കാര്യം ചെയ്യണം. എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഡെഡായി. അപ്പോൾ നിരന്തരമായ ലക്ഷ്യങ്ങൾ വെക്കുക. ജീവിതത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാൻ ഞാൻ ആളല്ല, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചും ചർച്ച ചെയ്യാൻ ചെയ്യുന്നില്ല. പക്ഷേ ജീവിക്കുന്നിടത്തോളം കാലം, ഈ ഭൂമിയിലെ മനോഹരമായ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം ലക്ഷ്യബോധം ഉണ്ടാക്കി, കൃഷി ചെയ്യുന്നതാവട്ടെ നിങ്ങളുടെ ലക്ഷ്യം, അടുത്തടുത്ത വിളകൾ ഉണ്ടാക്കുന്നതാവട്ടെ നിങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ലക്ഷ്യമില്ലാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഒരു കാര്യമില്ല. വെറുതെ ഗെയിം കളിച്ച് നിങ്ങളുടെ കണ്ണ് പോകുന്നുള്ളതല്ലാതെ, TV കണ്ട് നിങ്ങളുടെ മനസ്സ് പോകുന്നുള്ളതല്ലാതെ, സോഷ്യൽ മീഡിയ നിങ്ങളെ വിഴുങ്ങുമെന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യങ്ങളുമില്ല. ലക്ഷ്യബോധം ഉണ്ടാകുക. സോഷ്യൽ മീഡിയ നല്ലതാണ്. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ചോർത്തിയെടുക്കുക, അത് നിങ്ങൾ എഴുതുക, അതിൽ നിങ്ങളൊരു പുതിയ ലക്ഷ്യം ഉണ്ടാക്കുക, എന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കാണിക്കുന്ന നല്ലത് മാത്രം കണ്ടിട്ട് നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരുന്നൊരു കാര്യമില്ല. കാരണം ലൈഫിനൊരു പർപ്പസ് വേണം. ചില ആൾക്കാർ ലൈഫിന് പർപ്പസേ വേണ്ടെന്ന് പറയും. ലൈഫിന് പർപ്പസ് ഇല്ല, എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകുന്നത്? ചിലരുടെ പർപ്പസ് ആയിരിക്കും കുടുംബത്തെ നല്ലപോലെ നോക്കുക. അതൊരു നല്ല പർപ്പസാണ്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകും. പിള്ളേരെ നല്ല രീതിയിൽ പഠിപ്പിക്കും. അതൊരു ജീവിതത്തിൽ പർപ്പസാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് എന്നെ വളർത്തിയത്. പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുടുംബത്തിൻ്റെ ആവശ്യമില്ലെന്ന് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും പർപ്പസ് വെക്ക്. ഇന്ത്യ വിട്ടോ? ഇന്ത്യ വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ കാശ് മാത്രം ഉണ്ടാക്കാനാണോ പോകുന്നത്? സന്തോഷം വേണ്ടേ? സമാധാനം വേണ്ടേ? നിങ്ങളെ ഈ സൃഷ്ടിച്ച രാജ്യം നിങ്ങൾക്ക് വേണ്ടേ? ഇതൊന്നും ഒരു ചിന്തിക്കുന്നതേ ഇല്ല.
ലക്ഷ്യബോധം ഉണ്ടാക്കുക. അത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്. അത് നിങ്ങൾ തന്നെ ചിന്തിക്കണം, സ്വയം തീരുമാനിക്കണം. മാത്രമല്ല കുറച്ചു നേരം വെറുതെ ഇരിക്കണം. ദിവസവും ഒരു 15 മിനിറ്റിലും വെറുതെ ഇരുന്നിട്ട് ചുമ്മാ ആലോചിക്കുക. പാട്ടും ഡാൻസും ഒന്നുമില്ലാതെ, സോഷ്യൽ മീഡിയ കയ്യിലില്ലാതെ വെറുതെ ആലോചിക്കുമ്പോൾ തന്നെത്താനെ തെളിഞ്ഞു വരും നമ്മൾ ചെയ്യുന്നത് എന്താണെന്നും നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ലെന്നും അല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നും ഒക്കെ തെളിഞ്ഞു വരും. ഈ സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റൂ. അല്ലാതെ നിമിഷ നേരങ്ങൾക്ക് കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാട്ടും ഡാൻസും മദ്യവും ഡ്രഗ്സും ഒന്നും കൊണ്ട് നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കിട്ടില്ല. ഒന്നും നിങ്ങൾക്ക് നിത്യമായ രീതിയിലുള്ള ഹാപ്പിനെസ് തരത്തില്ല. തീർച്ചയായും. ഇതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഹസൻ ഭായ് ഇത്രയും നേരം ചെലവിട്ടതിന് ഒരുപാട് നന്ദി. നിങ്ങളുടെ ഭാവി പരിപാടികളൊക്കെ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എത്രയും വേഗം ഓസ്ട്രേലിയയിൽ പോയി ആ കടമ്പ കൂടി കടന്ന് ഇവിടേക്ക് തിരിച്ചു വരിക. ഇതേ സീറ്റിൽ നമുക്ക് വീണ്ടും അൺലിമിറ്റഡ് ടോക്സുമായിട്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.